ഇവിടെ എന്താ നടക്കുന്നത്, ആരാ വരുന്നത്, ഒന്നും അവന് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. അവൻ പേരെന്നാ சொன்ன? ആരവൻ? അവനോ? ബഹുമാനത്തോടെ സംസാരിക്കടാ. മഹാനല്ലേ മഹാൻ. നന്ദമുരി ബാലകൃഷ്ണ എന്ന പേര് അത്ര ഫെമിലിയർ ആയില്ലെങ്കിലും ബാലയ്യ എന്ന വിളിപ്പേരും ജയ് ബാലയ്യ ജയ് ജയ് ബാലയ്യ എന്ന പാട്ടും മലയാളികൾക്ക് പരിചിതമാണ്. അതെനിക്കറിയാം. ചുമ്മാ സൂപ്പിക്കാൻ അങ്ങനെ വിളിച്ചേരടേ. ആളൊരു പൊങ്കനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കല്ലേ, സുഖിച്ചോളും. അതിസാഹസികമായ രംഗങ്ങളെ സ്ക്രീനിൽ നിഷ്പ്രയാസം പ്രതിഫലിപ്പിച്ച് ട്രോൾ മെറ്റീരിയലായി എളുപ്പം ശ്രദ്ധ നേടിയ തെലുഗു സൂപ്പർ സ്റ്റാർ. അതൊക്കെ ഞാൻ എന്നേ നിർത്തിയച്ച. തട്ടകം ഒന്ന് മോഡിഫൈ ചെയ്തെടുത്ത് പുതിയ കാലത്തിന് മാറിയ താരത്തെ സമ്മാനിക്കുകയാണ് ബാലയ്യ. ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ, കമലാസനൻ. തെലുങ്ക് പ്രേക്ഷകരുടെ പൾസറിഞ്ഞ് സിനിമ ചെയ്തിരുന്ന താരത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു എന്ന തിരിച്ചറിവ് അയാളെ മാറ്റത്തിന് നിർബന്ധിതനാക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് സമൂഹ മാധ്യമങ്ങളിൽ ബാലയ്യ ഒരു ട്രോൾ മെറ്റീരിയലായി. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രേക്ഷകർ അയാളുടെ സിനിമകളെയും അഭിനയത്തെയും ദാക്ഷിണ്യമില്ലാതെ വലിച്ചു കയറി. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. അതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടെയായ ബാലകൃഷ്ണയ്ക്ക് അയാളുടെ ഇമേജിന് മേൽ കൊണ്ട ക്ഷതം കൂടെ ആയിരുന്നിരിക്കാം. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. മാറ്റടാ ഗിയർ. മാറ്റി. ഈ മാറ്റത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പരീക്ഷണമാണ് ഡാക്കു മഹാരാജ്. എന്റെ അമ്മോ, ഒരു സൈസ് സാധനം. ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടുമാറിയിട്ടില്ല. എന്താണ് അവിടെ കണ്ടത്? അതിൽ ഒരു സീനുണ്ട്, അത് വേറെ ഒരു ഫിലിമിൽ ഞാൻ കണ്ടിച്ച. അപ്പോ ഒരു നോട്ട നോക്കുന്നു, ഞാൻ കൈയടിച്ചിട്ടാണ് ചത്ത്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ആറാട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡാക്കു മഹാരാജ് ഒരു അൺബിലീവബിൾ പ്ലോട്ടാണ്. അതൊരു ഫാന്റസി കൊമേഴ്ഷ്യൽ ചിത്രമാണ്. അതിലെ ചേരുവകളെല്ലാം കൃത്യം. വെറുതെ ഫയറാണ് കേട്ടോ. ബാഹുബലി കണ്ടിരിക്കുന്നത് പോലെ, KGF കണ്ടിരിക്കുന്നത് പോലെ, പുഷ്പ കണ്ടിരിക്കുന്നത് പോലെ അതിശയോക്തികളെ കൊമേഴ്ഷ്യൽ പുകമറ കൊണ്ട് സമർത്ഥമായി ബാലൻസ് ചെയ്തെടുക്കുന്ന ഒരു ബാലയ്യ ഷോ. ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ ഉയർച്ച ഉണ്ടാവുമെന്ന് ഈശ്വരനാണ് ഞാൻ കരുതിയില്ല. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. അത് പറയാൻ എനിക്ക് ഒരു മടിയില്ല. എന്റെ മോൾ അന്ന എന്റെ രാശി. പ്രേക്ഷകർക്ക് വേണ്ട ഹീറോയിക് മെറ്റീരിയലുകൾ കൃത്യമായ ഇടവേളകളിൽ സമ്മാനിച്ചുകൊണ്ട് തന്റെ ആരാധകരെ വീണ്ടും വീണ്ടും കയ്യിലെടുക്കുക ഒരു ബാലയ്യ സ്റ്റൈലാണ്. ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ തിയേറ്ററിൽ തവിടുപൊടിയാകുന്ന കാലത്താണ് മേക്ക് ഓവറുമായി ബാലയ്യ തന്റെ സാമ്രാജ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഞങ്ങളുടെ വിപുലമായ പരിപാടിയിൽ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കും പടകളുണ്ട്, അടിച്ചു തകർക്കും. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ ഇവിടം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നിന്നെ. നിങ്ങൾ മലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മലയാക്കി ജയ് ജയ് ബാലയ്യ, ജയ് ബാലയ്യ, ജയ് ജയ് ബാലയ്യ, ജയ് ബാലയ്യ. ബോസ്തുതി എനിക്കിഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഡാഡി, ഇവനെ വിട്ട് കളയരുത്. ദാണ്ട ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അത്
കള്ളിഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി,